ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഹലോ ഹലോ ഹലോ. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു തമ്പ് ഇംപ്രഷൻ തന്നാൽ നന്നായിരിക്കും. സൗണ്ട് ഉണ്ട് എന്ന വിശ്വാസത്തിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. യെസ്, മവിത മവി ആദ്യ കമന്റ് വന്നിട്ടുണ്ട്. ശബ്ദം കേൾക്കാമെങ്കിൽ ഒരു തമ്പ് ഇംപ്രഷൻ തന്നാൽ നന്നായിരിക്കും. എനിക്ക് ഓഡിയോ ചെക്ക് ചെയ്യാനൊക്കെ സംവിധാനങ്ങളില്ല. ഹലോ ഹലോ അഭിഷേക്, എന്നെ കേൾക്കാമോ നിങ്ങൾക്ക്? ഹായ്. ഹലോ അശ്വിനി, രേഖ, അഭിഷേക് എസ് കെ. ഓക്കെ, ഫൈൻ, കേൾക്കാം എന്ന് അഭിഷേക് പറഞ്ഞു. നമുക്കിനി വരുന്ന ഒരു അരമണിക്കൂർ നമുക്ക് പരസ്പരം സംസാരിക്കാം. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ കോവിഡ് അനന്തര കാലത്തെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അശ്വിനി, രേഖ, അതിനുശേഷം ഞാൻ നിങ്ങളുടെ കമന്റുകൾ വായിക്കാം. ആ കമന്റുകളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. ഞാൻ നേരത്തെ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയുടെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. ഇടയ്ക്ക് കുറച്ചു കാലം 24 എന്ന വാർത്താ ചാനലിൽ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി നേരിട്ട് വിഷയത്തിലേക്ക് വന്നാൽ, നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയമായി പറഞ്ഞിരിക്കുന്നത് കൊറോണ അനന്തര കാലം അല്ലെങ്കിൽ കോവിഡ് അനന്തര കാലത്തെ ജീവിതം, ആ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. എനിക്കോ നിങ്ങൾക്കോ ഒന്നും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത തരമാണ് ഈ മഹാമാരി നമ്മളുടെ സമൂഹത്തെയും ലോകത്തെയും ജീവിതങ്ങളെയും കീഴടക്കിക്കൊണ്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ യു കൺ പ്രെഡിക്റ്റ് എക്സാക്ട്ലി വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ലൈഫ് ആഫ്റ്റർ കോവിഡ്. കാര്യം കോവിഡാനന്തരത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം വി ആർ നൗ ലിവിങ് ഇൻ എൻ എക്സ്റ്റെൻഡഡ് ലോക്ക്ഡൌൺ പീരീഡ്. മെയ് 3-ാം തീയതി ലോക്ക്ഡൌൺ അവസാനിക്കുമെന്നായിരുന്നു. പക്ഷെ അല്പം മുമ്പ് കേന്ദ്രം ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ജൂൺ, ജൂലൈ മാസം, സെപ്റ്റംബർ, ഒക്ടോബർ എങ്ങനെ വേണമെങ്കിലും ഇത് കടന്നു പോകാം. ലോക്ക്ഡൌൺ അവസാനിക്കാം, പക്ഷെ കോവിഡിന്റെ ഭീതി എന്നൊഴിയും എന്ന കാര്യത്തിൽ നമ്മൾ ആ കർവ് പൂർണ്ണമായിട്ടും ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും കണ്ടെയ്ൻ ചെയ്ത് കഴിയുക എന്നുള്ളത് എന്ന് നടക്കും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി എ ലോങ് പീരീഡ്. ഇറ്റ് വിൽ ടേക്ക് എ ലോങ്ങർ പീരീഡ് പെർഹാപ്സ് ടു കം ബാക്ക് ടു എ ന്യൂ നോർമൽ ലൈഫ്. ആ വാക്കാണല്ലോ ഇപ്പോൾ വളരെ ബസ്വേർഡ് ആയിട്ടിരിക്കുന്നത്, ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന വാക്ക് ചിലർക്കെങ്കിലും അറിയാവുന്നത് പോലെ 2008, 2012 കാലത്തെയൊക്കെ സാമ്പത്തിക മാന്ദ്യം നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു അസാധാരണമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ആ കാര്യം പിന്നീട് നോർമലായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയുന്നത് ഒരു എമർജൻസി പീരീഡിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാകും. ഇറ്റ് മേ എൻഡ്യൂർ ഫോർ ലോങ് ടൈം എന്നാണ്. സാധാരണ രീതിയിൽ ഒരു എമർജൻസി അല്ലാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ഗവൺമെന്റ് പോളിസിക്ക് വർഷങ്ങൾ എടുക്കുമെങ്കിൽ that decision can be brought immediately during the time of emergency that will be having an enduring effect. അത് അവർക്ക് കുറച്ചു കാലം കൂടി നിലനിൽക്കാൻ കഴിയും. സ്ലോലി you will become adapted to it. നമ്മളതിനെ നോർമലൈസേഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ അതുമായിട്ട് താദാത്മ്യം പ്രാപിച്ച് നമ്മളുടെ ഹാബിറ്റായിട്ട് നമ്മളത് മാറ്റുകയും ചെയ്യും. ഉദാഹരണത്തിന് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത്, മാസ്ക് എന്നുള്ളത്, മുഖാവരണം എന്നുള്ളത് എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ അടിവസ്ത്രങ്ങൾ മനുഷ്യന് ഏറ്റവും എസെൻഷ്യൽ ആണ് എന്ന് സമൂഹം കണ്ടത്, വസ്ത്രങ്ങൾ എങ്ങനെയാണോ മനുഷ്യന് ഒരു ഘട്ടത്തിൽ വന്ന് ഭവിച്ചത്, എങ്ങനെയാണോ അടിവസ്ത്രങ്ങൾ വന്ന് ഭവിച്ചത്. യു നോ ദ ലോങ് ഹിസ്റ്ററി ഓഫ് ബേണിംഗ് ദ ബ്രാ. ഫെമിനിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ബ്രേസറുകൾ കത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മറുഭാഗത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു. ആ ആശയങ്ങൾ എന്ന് പറയുന്നത് ഈ മാറുമറയ്ക്കൽ സമരങ്ങളായിരുന്നു. ഒരു ഭാഗത്ത് മാറുമറയ്ക്കൽ സമരങ്ങൾ നടക്കും, മറുഭാഗത്ത് ബേണിംഗ് ദ ബ്രാസ് എന്ന് പറയുന്ന സമരം നടക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മാസ്ക് ഒരു പ്രധാനപ്പെട്ട മനുഷ്യ അവയവമായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഞാൻ മനസ്സിലാക്കുന്നത്
തിങ്ക് നമ്മുടെ ലൈൻ എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് എനി ഇഷ്യൂ പ്ലീസ് ടെൽ മീ. ശബ്ദം കേൾക്കാം, മെസ്സേജുകൾ വരുന്നു, പക്ഷെ എനിക്ക് മെസ്സേജുകൾ കാണാൻ കഴിയില്ല. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നോ രണ്ടോ മൂന്നോ ആംഗിളിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം. അതിലൊന്ന്, രാഷ്ട്രീയമായി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മെയ് ദിനമാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ചിക്കാഗോയിൽ 8 മണിക്കൂർ തൊഴിലവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു വിഭാഗം തൊഴിലാളികൾ സമരരംഗത്തേക്ക് വന്ന ദിവസമാണ്. ഇന്ന് അതേ ദിവസമാണ് കേരളത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് 1148 മനുഷ്യർ തീവണ്ടി കയറി ഒറീസയിലേക്ക് പോകുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. സിമിലർ ടു ദാറ്റ്, ഇപ്പോൾ കോവിഡ് കാലത്ത് മറ്റൊരു തരം മെയ് ദിനമാണ് നമ്മൾ കാണുന്നത്. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, തൊഴിലാളികൾ അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. പ്രൊഫഷണൽ സ്പേസിൽ നിന്നവർ അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് തിരികെ പോകുന്നു. ഫിയറിംഗ് ദ ഡിസാസ്റ്റർ, ഫിയറിംഗ് ദിസ് പാൻഡമിക്, മഹാമാരിയെ, മഹാവ്യാധിയെ ഭയന്നുകൊണ്ട് തൊഴിലാളികൾ അവരുടെ ഇടങ്ങളിലേക്ക് പോകുന്നു. സോ വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് അവർ പൊളിറ്റിക്സ്? What will be the nature of our culture? What will be our economy look like after this COVID? കോവിഡിന് ശേഷം എങ്ങനെയായിരിക്കും നമ്മുടെ രാഷ്ട്രീയം പരിണമിക്കാൻ പോകുന്നത്? Will there be a substantial change in our political society? നമ്മളുടെ രാഷ്ട്രീയ സമൂഹത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളുടെ കൾച്ചർ, സാംസ്കാരിക ജീവിതത്തിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആൻഡ് an economy, what will be waiting for us? ഒരു പുതിയ ഒരു പൊളിറ്റിക്കൽ എക്കണമിയുടെ എമർജൻസിന് ഈ ഡിസാസ്റ്റർ കാരണമാകുന്നു. ഇത്തരങ്ങൾ പല തട്ടുകളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ചില ലേഖനങ്ങൾ വായിച്ചാൽ വളരെ പെട്ടെന്ന് ഈ കൊറോണ മാറിയതിനു ശേഷം ഈ ന്യൂ നോർമൽ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ 3 ഇടങ്ങളിലാണ്. ഓൺ പൊളിറ്റിക്സ്, ആൻഡ് ഓൺ കൾച്ചർ, ആൻഡ് ഓൺ എക്കണോമി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊളിറ്റിക്സിലാണ്. കാരണം എന്തുമായും നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. വാട്ട് വിൽ ബി ദി ചേഞ്ച് വി ആർ ആന്റിസിപ്പേറ്റിംഗ് ആഫ്റ്റർ ദിസ് കോവിഡ് ഇയർ? കോവിഡിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, പെർഹാപ്സ് there will be an absolute sovereign kind of a state emerging. ഒരു റിവൈവൽ ഓഫ് സ്റ്റേറ്റിസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ എല്ലാം സ്റ്റേറ്റ് ആണല്ലോ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ ഹെബർമാസിന്റെ തിയറി അനുസരിച്ച് ലൈഫ് വേൾഡും സിസ്റ്റവും എന്നാണ്. ലൈഫ് വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യ ഇടം. ആ സ്വകാര്യ ഇടങ്ങളിലെ ജീവിതങ്ങളെ പോലും, ബന്ധങ്ങളെ പോലും, ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണണമെങ്കിൽ മറ്റൊരു സ്ഥലത്താണെങ്കിൽ സ്റ്റേറ്റിന്റെ പെർമിഷൻ ആവശ്യമുണ്ട്. കുട്ടികളെ കാണണമെങ്കിൽ സ്റ്റേറ്റിന്റെ പെർമിഷൻ ആവശ്യമുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ സ്റ്റേറ്റിന്റെ പെർമിഷൻ ആവശ്യമുണ്ട്. നിങ്ങളുടെ ദൈനംദിന ജീവിതോപാധികൾ അത് നിയന്ത്രിക്കുന്ന ലൈഫ് വേൾഡും സിസ്റ്റം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സൊസൈറ്റി, രാഷ്ട്രീയ പബ്ലിക് അതോറിറ്റി, ആ പബ്ലിക് അതോറിറ്റി നമ്മളുടെ ലൈഫ് വേൾഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നതാണ്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് പോലെ a kind of a state of nature is slowly evolving. ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ, ഒരു വെർച്വൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഫോം ചെയ്തു എന്ന് നമ്മൾ തിയറിറ്റിക്കലി പറയേണ്ടി വരും. ആ സ്റ്റേറ്റ് ഓഫ് നേച്ചറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആളുകൾ തിങ്ങിയ സ്ഥലത്ത് മഹാവ്യാധി വരുന്ന ഘട്ടത്തിൽ രക്ഷിക്കാൻ വേറെ ആരുമില്ലാത്ത ഒരുതരം സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടാകും. തോമസ് ഹോബ്സിന്റെയോ ജോൺ ലോക്കിന്റെയോ കാലത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നിന്ന് വ്യത്യസ്തമായി. സോ ദാറ്റ് മീൻസ് ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് തുല്യമായ ഒരു സാമൂഹിക വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുന്നു. ഇവിടെയാണ് നമ്മളെ രക്ഷിക്കാൻ ഒരു സ്റ്റേറ്റ് എത്തുന്നു. ആ സ്റ്റേറ്റിന്റെ സ്വഭാവം എന്തായിരിക്കും? ലെവ്യാഥാൻ എന്ന് തോമസ് ഹോബ്സ് പറയുന്നു. ഒരു അബ്സലൂട്ട് സോവറിന്റെ സ്വഭാവത്തിൽ ഒരു പരമാധികാരിയായി ഈ സ്റ്റേറ്റ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇതിനെ വേണമെങ്കിൽ യു ക്യാൻ ഡിഫൈൻ ഇൻ എ ഡിഫറെന്റ് വേ. ഇതിനെ സ്റ്റേറ്റ് എല്ലാ ദിവസവും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹി ഈസ് ഡൂയിങ് റെഗുലർ പ്രസ് മീറ്റ് at sharp 5 o'clock and you are watching it through television and you are experiencing state in the form of police, in the form of health workers, etc. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റിനെ ഇനി കൂടുതലായി നമ്മൾ അറിയാൻ പോകുന്നത് അതിന്റെ സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ മാത്രമായിരിക്കില്ല. നമ്മൾ ഇപ്പോൾ അറിയുന്ന സർവീസ് പ്രൊവൈഡറാണ്. റേഷൻ കടയിലൂടെ, കിറ്റുകളിലൂടെ, ആരോഗ്യ പ്രവർത്തകരിലൂടെ, ആംബുലൻസ് സർവീസുകളിലൂടെ, ശുചീകരണ തൊഴിലാളികളിലൂടെ, പോലീസിലൂടെ. State is reaching to the people and state is reaching to your life world. നമ്മളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് സ്റ്റേറ്റ് എത്തുന്നു. ബട്ട് മോർ ദാൻ ദാറ്റ്, അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രധാനപ്പെട്ട കാര്യം യുവാൽ നോവ ഹരാരി പറയുന്നുണ്ട്. അതായത് സർവൈലൻസിന്റെ, ഒരു നിരീക്ഷണത്തിന്റെ
ഒരു പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത് എന്നാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ടോട്ടാലിറ്റേറിയൻ സർവേലൻസ്. ടോട്ടാലിറ്റേറിയൻ സർവേലൻസ് ആൻഡ് സിറ്റിസൺസ് മാനേജ്മെന്റ്, അതായിരിക്കും ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന കാലത്ത് സ്റ്റേറ്റിനെ കൂടുതൽ ശക്തമാക്കി മാറ്റാൻ പോകുന്നത്. ഡ്രോണുകൾ വന്നപ്പോൾ എങ്ങനെ നമ്മൾ ഓടി, CCTV ക്യാമറയുടെ മുന്നിൽ വെറും സബ്ജക്റ്റായി ഇന്റർപലേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളായി, പ്രജകളായി നമ്മൾ മാറുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. സോ സ്റ്റേറ്റ് അതിന്റെ എല്ലാ അധികാരങ്ങളോടും കൂടി, നിരീക്ഷണാധികാരങ്ങളോടും കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ടോട്ടാലിറ്റേറിയൻ ആയ, ഒരു സർവാധികാരിയായ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. റിമെമ്പർ, ആ സ്റ്റേറ്റിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വളരെ ടോട്ടാലിറ്റേറിയൻ ക്യാരക്ടർ ഉള്ളതായിരിക്കും. You can't expect your human rights are basically your human rights are protected there. ഉദാഹരണത്തിന് ഇപ്പൊ ഹംഗറിയിൽ, ഇസ്രായേലിൽ നോക്കൂ. ഇസ്രായേലിൽ 1948 മുതൽ എമർജൻസി പീരീഡ് ഏറെക്കാലം നീണ്ടു നിന്നു എന്നുള്ളതാണ്. The state was not at all democratic in true sense. അവിടെ സിറ്റിസൺസിന്റെ റൈറ്റിനേക്കാൾ എമർജൻസിയെ മാനേജ് ചെയ്യാനുള്ള സ്റ്റേറ്റിന്റെ റോളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. Even if you conquer and contain this disaster, the state will continue with its totalitarian character for a while. കുറച്ചു കാലത്തേക്കെങ്കിലും സ്റ്റേറ്റിന് ഒരു ടോട്ടാലിറ്റേറിയൻ ക്യാരക്ടർ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിൽ അടിസ്ഥാനമായ ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് ഒരു പക്ഷേ വിൽ ബി സാക്രിഫൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ഡിസാസ്റ്റർ എന്നുള്ളതാണ് അതിന്റെ ക്രിട്ടിക്കലായ ഒരു ആംഗിൾ. അതിൽ മാത്രമല്ല, നിങ്ങളുടെ പ്രൈവസിയേക്കാൾ പ്രാധാന്യം ഹെൽത്തിന് സങ്കല്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് മെഹരാരി പറയും. നമ്മൾ അതിനെ അങ്ങനെയാണ് ഒരുപക്ഷെ ലോകം കാണാൻ പോകുന്നത്. അമേരിക്ക തന്നെ അതിനെ കാണുന്നത് എങ്ങനെയാണ്, ഇസ്രായേൽ ലോകത്തെ കാണുന്നത് എങ്ങനെയാണ്. ഇസ്രായേലിൽ നോക്കൂ, ഇസ്രായേലിൽ ടെററിസ്റ്റുകളെ നേരിടാൻ ആവശ്യമായ നിരീക്ഷണ സംവിധാനമാണ് കോവിഡ് രോഗികൾക്ക് വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്നത്. ഇവിടെയാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കോൺസെപ്റ്റുകൾ, ബയോപൊളിറ്റിക്സ് തുടങ്ങിയ കോൺസെപ്റ്റുകൾ വളരെ സജീവമാകുന്നത്. ഫൂക്കോയൊക്കെ ബയോപൊളിറ്റിക്സ് അവതരിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യക്തികളുടെ തലത്തിൽ സംഭവിക്കുന്ന ചില നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്, അനാട്ടമോ പൊളിറ്റിക്സ് എന്ന് പറയും. അതായത് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ലൈഫ് വേൾഡ് എന്ന് ഹെബർമാസ് പറയുന്നത് പോലെ, എന്റെയും നിങ്ങളുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് സ്റ്റേറ്റ് കടന്നുകൂടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്റ്റേറ്റ് നിരീക്ഷണത്തിലൂടെ കടന്നുകൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ബയോപൊളിറ്റിക്സ് സംഭവിക്കുന്നു. പോപ്പുലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി സ്റ്റേറ്റ് പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നു. ദാറ്റ് ടെക്നോളജി വിൽ ബി ഇൻ ടേം ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. ആ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു കാലത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ പരുവപ്പെടുത്തിയത്, എങ്ങനെയാണോ നമ്മളെ ഒരു കാലഘട്ടത്തിൽ മനഃശാസ്ത്രം നമ്മളെ പരുവപ്പെടുത്തിയത്, അതുപോലെ വരുന്ന കാലഘട്ടങ്ങളിൽ ഡിജിറ്റൽ ടെക്നോളജി വിൽ in fact subjectivize the human population. മനുഷ്യവംശത്തെ അതാത് രാഷ്ട്രങ്ങളിലെ ഭരണകൂടം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടോട്ടാലിറ്റേറിയൻ സർവൈലൻസിന്റെ കീഴിലേക്ക് കൊണ്ടുപോകുന്ന കാലം ഒരുപക്ഷെ അതിവിദൂരമല്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇത് ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. Sometimes our disaster may lead to that kind of a big disaster, political disaster. ഒരു പൊളിറ്റിക്കൽ ഡിസാസ്റ്ററിലേക്ക് ഒരുപക്ഷെ മാറാനുള്ള സാധ്യത. And I am moving into the second aspect. രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ കൾച്ചറിലേക്ക് വരുമ്പോഴാണ് ഒരുപക്ഷെ ഏറ്റവും രസകരമായ മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. നമ്മളുടെ സോഷ്യൽ റിലേഷൻസിനെ അത് ബാധിക്കും. യു നോ ദ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൻഡ് യു ആർ അഗെയിൻ ബാക്ക് ടു യുവർ ലൈഫ് വേൾഡ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക്, ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുന്നു എന്നുള്ളതാണ്. പെർഹാപ്സ് യു കൺസിഡർ ദിസ് ഒരു എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. നമ്മളുടെ എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു, ആ ലൈഫ് വേൾഡിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഭാഗമായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ കൾച്ചറൽ ഷോക്ക് ഒരുപക്ഷെ ഈ ഡിസാസ്റ്റർ ഏതെങ്കിലും തരത്തിൽ നൽകുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് നമ്മളുടെ റിലീജിയസ് ആക്ടിവിറ്റിക്കായിരിക്കും. കൾച്ചറിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കലകൾക്ക് മാറ്റമുണ്ടാകും. കലകൾ വ്യത്യസ്ത രൂപങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ദൂരെ പല പഴയതരം കലകളും നഷ്ടപ്പെടും. കൂട്ടുകൂടിയിരുന്ന് ആട്ടം കാണുന്ന പഴയ കാലത്തെ ഒരു കലാരൂപങ്ങളുടെ ആസ്വാദനം ഒരുപക്ഷെ നഷ്ടപ്പെടും. ഉത്സവ പറമ്പുകൾ നമുക്ക് നഷ്ടപ്പെടും. നാളെ പൂരം, ആളൊഴിഞ്ഞ പൂരപ്പറമ്പുകൾ എന്നുള്ളത് ഒരുപക്ഷെ നടന്നേക്കാം. ഇതൊക്കെ ലൈഫിൽ നമ്മൾ കാണുകയും മാറുകയും ചെയ്തേക്കാം. ബട്ട് റിമെമ്പർ, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ആൻഡ് രവീന്ദ്രൻ, ഐ ആം കമ്മിങ് ടു അരവിന്ദ്, ഞാൻ ഇതൊന്ന് തീർത്തു കഴിഞ്ഞാൽ ഉടൻ ഞാൻ ഈ ചോദ്യങ്ങളിലേക്കൊക്കെ വരാം. കൾച്ചറിൽ വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളത് റിലീജിയനിലായി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ കുറെ നാളുകളായി എല്ലാ മതങ്ങളിലും നടക്കുന്ന മാറ്റം. ഇപ്പൊ ഹിന്ദു മതങ്ങളുടെ കാര്യത്തിൽ, ഇപ്പൊ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു സാംസ്കാരികാഘോഷം എന്ന നിലയിൽ പൂരം നാളെ നമ്മൾ പൂരത്തിന്റെ ചരിത്രത്തിലും ഇന്നേവരെ കാണാൻ കഴിയാത്ത വിധത്തിലാണ് നാളെ പൂരപ്പറമ്പ് വിജനമാകാൻ പോകുന്നത്. ഒരുപക്ഷെ നേരത്തെ ഇതിന്റെ സാങ്കേതികമായ ചടങ്ങുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇത്തവണ അതുപോലും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നു, മക്ക ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. മറുഭാഗത്ത് ഈ കഴിഞ്ഞ ഈസ്റ്ററും ഈ കഴിഞ്ഞ പെസഹ വ്യാഴവും എങ്ങനെയാണ് ആചരിച്ചതെന്ന് കണ്ടു നമ്മൾ. പോപ്പ് എങ്ങനെയാണ് ശൂന്യമായ വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന അർപ്പിച്ചത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ റിലീജിയൻ ഒരു എസെൻഷ്യൽ അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിനെ പരുവപ്പെട്ടിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, റിലീജിയൻ എസെൻഷ്യൽ അല്ല എന്ന് പറയുന്നത് ആരാണ്? റിലീജിയൻ എസെൻഷ്യൽ അല്ല എന്ന് നമ്മളോട് പറയുന്നത് സ്റ്റേറ്റ് ആണ്. പക്ഷെ ഇത്തവണ നമ്മൾ സ്റ്റേറ്റിനെ എതിർക്കുന്നില്ല. ശബരിമലയിൽ സുപ്രീം കോടതി വിധി ഉണ്ടാവുന്നത് പോലെയുള്ളൊരു ജനവിരോധം ഈ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. കാരണം അടിസ്ഥാനമായി ഇത് പറയുന്നത് എക്സ്പേർട്ടുകളാണ്. ഈ എക്സ്പേർട്ടുകളാണ് ഫൂക്കോയുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് സമൂഹത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ശക്തിവർഗമായി, അധീശത്വവർഗമായി മാറിയിരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിന് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവുകയും അങ്ങനെ റിലീജിയൻ എന്നുള്ളത് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ റിലീജിയോസിറ്റി എന്നുള്ളത് ഒരു പക്ഷേ കുറയാനുള്ള സാധ്യത അത് എത്രമാത്രം കുറയുമെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് there will be a scientific temper emerging. ഒരു ശാസ്ത്രീയമായ അന്വേഷണത്വര ഉണ്ടാവാം. കാര്യം നമുക്കറിയാം, ഈ ഡിസാസ്റ്ററിനെ നമ്മൾ, ഈ കോവിഡിനെ നമ്മൾ നേരിടുന്നതും മറികടക്കുന്നതും പ്രാർത്ഥന കൊണ്ടല്ല എന്ന് ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചു. ഒരു പ്രാർത്ഥനയും ഒരു രക്തപുഷ്പാഞ്ജലിയും അതിന്റെ പേരിൽ കഴിക്കപ്പെടുന്നില്ല, ഒരു കുംഭസാരവും അതിന്റെ പേരിൽ നടക്കുന്നില്ല, ഒരു പ്രാർത്ഥനയും അതിന്റെ പേരിൽ നടക്കുന്നില്ല, ഒരു പ്രത്യേക നിസ്കാരവും അതിന്റെ പേരിൽ നടക്കുന്നില്ല. മാത്രമല്ല ഇതെല്ലാം മാറ്റിവെക്കപ്പെടുകയാണ്. ഇതെല്ലാം മാറ്റിവെക്കപ്പെടുന്നു. എസെൻഷ്യലായ എല്ലാ റിലീജിയസ് പ്രാക്ടീസസും മാറ്റിവെക്കപ്പെടുന്നു. അത് എസെൻഷ്യലേ അല്ല. പകരം we are conquering and we are containing this disaster thanks to the technology, and we are overcoming the disaster on the strength or through our scientific technological application. ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ഇതിനെ നേരിടുന്നത്. ഇപ്പോൾ നമ്മൾ റാപ്പിഡ് ടെസ്റ്റുകൾ എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ടെസ്റ്റുകൾ നടക്കുന്നു. പോസിറ്റീവ് ആണോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നീ പ്രാർത്ഥിച്ചു എന്നല്ല, ടെസ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദിസ് ഇഷ്യൂസ് പൊളിറ്റിക്കൽ തലത്തിൽ ഒരു തരം ടോട്ടാലിറ്റേറിയൻ സർവേലൻസ് അവിടെ ഉണ്ടാകുമെങ്കിലും അതിനെ എതിർക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പരിധിവരെ എതിർക്കാമെന്നാണ് ഹരാരി പറയുന്നത്. ആൻഡ് ഇൻ കൾച്ചറൽ സ്പിയർ ഒരു സയന്റിഫിക് ടെമ്പർ എമർജ് ചെയ്യുകയും റിലീജിയൻ എസെൻഷ്യൽ അല്ല എന്ന അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തേക്കാം. കമ്മിങ് ബാക്ക് ദാറ്റ് ഈസ് എക്കണോമിക്, സാമ്പത്തിക മേഖലയിലേക്ക് വരുമ്പോൾ perhaps there will be another shift happening. എസെൻഷ്യൽസിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നു. സബ്സ്റ്റാൻറ്റീവ് എക്കണോമി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് സബ്സിസ്റ്റന്റ് എക്കണോമി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളൊരു അഫ്ലുവന്റ് എക്കണോമിക് സൊസൈറ്റിയിൽ നിന്ന് മാർജിൻ ഫ്രീയിൽ എന്ത് പർച്ചേസ് ചെയ്യണം എന്ന് അറിയാതെ പോയി മാർജിൻ ഫ്രീയിൽ പോയി നമ്മൾ പല സാധനങ്ങളും ആവശ്യമല്ലാത്ത സാധനങ്ങളടക്കം മടങ്ങി എടുത്തു കൊണ്ടുപോന്നിരുന്ന നമ്മൾ റേഷൻ കടയിൽ അവശ്യ വസ്തുക്കൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. റിവേഴ്സ് ട്രാൻസിഷൻ occurs from margin free market or super malls to the ration shops or public distribution system occurs. This means you are coming back to the basics. We are coming back to the essentials. We are coming back to our needs, our wants-ഉം needs-ഉം ഇത് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്യൂഡോ നീഡ്സിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. നീഡ്സ് എന്താണ്, എസെൻഷ്യൽ നീഡ്സ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇത് ഒരു എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഒരു പക്ഷേ വഴിവെച്ചേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എനിവേ the change will be from the neoliberal society to a kind of a welfare society. The state may undergo and the society and the economy will undergo a drastic change. But remember, അവിടെയും പക്ഷേ ഒരു പുതിയ ഒരു ഡിജിറ്റൽ ഇംപീരിയലിസത്തിനുള്ള വഴി അവിടെയും തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. സൂം ആപ്പ് എങ്ങനെയാണ് അടുത്ത കാലത്ത് ഏറ്റവും ശക്തമായി തീരുന്നത്, പേയ്പാൽ ശക്തമായി തീരുന്നത്, ഡിജിറ്റൽ എക്കണോമി എങ്ങനെയാണ് ശക്തമായി തീരുന്നത്, ഫേസ്ബുക്ക് എങ്ങനെയാണ് ശക്തമായി തീരുന്നത്. ഒരു കാലത്ത് സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യം ഇന്ന് ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് കോവിഡിന് ശേഷം മാറിയേക്കാം. പുതിയ തരത്തിലുള്ള ഒരു കോർപ്പറേറ്റിസം രൂപപ്പെടാനുള്ള സാധ്യത നമുക്ക് ആ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ബട്ട് മോറോവർ നമ്മളുടെ പബ്ലിക് ചോയ്സസിനെ ഒരുപക്ഷെ എസെൻഷ്യൽസിന്റെ കാറ്റഗറിയിലേക്ക് നിലനിർത്താൻ ഒരുപക്ഷെ കഴിയും എന്നുള്ളതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിലുള്ള റീഡിംഗ് ആണ് ഓൺ പൊളിറ്റിക്സ്, ഓൺ കൾച്ചർ ആൻഡ് എക്കണോമി. ആൻഡ് നൗ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് കൂടി വരാം. എനിക്ക് ഞാൻ അധിക സമയം എടുത്തു, ഒരു 19 മിനിറ്റോളം ഞാൻ എടുത്തു. ഞാൻ 15 മിനിറ്റിൽ നിർത്താനാണ് ആലോചിച്ചിരുന്നത്. ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് എഡ്യൂക്കേഷൻ മേഖലയെ എങ്ങനെ റിപ്പയർ ചെയ്യുന്നു കൂടി പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. ഓരോ കാലഘട്ടത്തിലും എഡ്യൂക്കേഷൻ വളരെ വലിയ ട്രാൻസ്ഫോർമേഷന് വിധേയമാകുന്നത് ഇത്തരത്തിലുള്ള രീതികളിലൂടെ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗുരുകുല സമ്പ്രദായം എങ്ങനെയാണ് കൊളോണിയൽ പീപ്പിൾ വരുമ്പോൾ അതിനെ മാറ്റുകയും ഒരു പബ്ലിക് യൂണിവേഴ്സലൈസ്ഡ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരികയും ചെയ്തത്. അത് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ക്ലാസ് റൂമുകളിലുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു വെർച്വൽ ലേണിംഗിന്റെ ഭാഗമായി മാറാനുള്ള സാധ്യത. പ്രൊമിനൻസ് ഓഫ് ടീച്ചേഴ്സ് വിൽ ബി റീഡിഫൈൻഡ്.
ടീച്ചേഴ്സ് എന്നുള്ളത് ഒരു പക്ഷേ റീഡിഫൈൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇൻ എ വേ ഇറ്റ് വിൽ ബിക്കം മോർ സ്റ്റുഡന്റ് സെൻട്രിക് ആൻഡ് ടെക്നോളജി സെൻട്രിക്. കുറച്ചുകൂടി ടെക്നോളജി സെൻട്രിക് ആയി സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ദ മോർ ഹാം വിൽ ബി ഓൺ സോഷ്യൽ സയൻസസ്. സോഷ്യൽ സയൻസസ് അത് വേറൊരു രീതിയിൽ ബാധിച്ചേക്കാം. ശാസ്ത്രത്തിന് ഒരു ലാബ് സൗകര്യങ്ങൾ, ഫിസിക്കൽ ലാബ് സൗകര്യങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഭാഗമായി നടക്കാമെങ്കിലും സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് their interaction with the people, their data collection from the people, that will become very, very difficult in a COVID stricken society. ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സാമൂഹിക ശാസ്ത്രത്തിന് ഒരു ചെറിയൊരു ചലഞ്ച് ഒരു പക്ഷെ മുന്നിൽ കാണുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ചലഞ്ച് വിൽ ബി അഗെയിൻ നമ്മളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ യുഗത്തിൽ പുതിയ തിയറൈസേഷനൊക്കെയുള്ള സാധ്യത, അല്ലെങ്കിൽ നിലവിലുള്ള തിയറിയെ നമുക്ക് അതിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസം ടീച്ചേഴ്സിന്റെ പ്രൊമിനൻസ് കുറയുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കാൻ സാധ്യതയുള്ളത്. അതിനെ കുറച്ചുകൂടി യൂണിവേഴ്സലൈസ് ചെയ്യപ്പെട്ട ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ സിസ്റ്റത്തിലേക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ വരാൻ സാധ്യതയുണ്ട്. കാര്യം യു ആർ ലിസണിങ് ടു ദി ലെക്ചർ ബൈ സം കേംബ്രിഡ്ജ് പ്രൊഫസർ എക്സെട്ര എക്സെട്ര. ഇതുവരെ ക്ലാസ് റൂമിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ഒരു വിദ്യാഭ്യാസ സിലബസും പാറ്റേണും കുറച്ചുകൂടി ഗ്ലോബലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ത്രൂ ദ ആപ്ലിക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഐ തിങ്ക് ഹരികൃഷ്ണൻ ദാറ്റ് വിൽ ബി ആൻ ആൻസർ ഫോർ യു. അരവിന്ദ്, യുവർ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: ക്യാപിറ്റലിസ്റ്റ് കൺട്രികളാണല്ലോ അറ്റ്മോസ്റ്റ് ഫ്രീഡം അനുഭവിക്കുന്നവർ. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചിരിക്കുന്നതും ക്യാപിറ്റലിസ്റ്റ് കൺട്രികളെയല്ലേ. അപ്പോൾ ലൈഫ് ആഫ്റ്റർ കോവിഡിന് ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ, ലിബറൽ രാജ്യങ്ങൾ ആണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്, മനുഷ്യാവകാശങ്ങളുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. ബട്ട് റിമെമ്പർ, ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ച ടോട്ടാലിറ്റേറിയൻ സർവേലൻസ്. ഈ കോവിഡിൽ ഏറ്റവും അധികം അഫക്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? നിസ്സംശയം നമുക്ക് പറയാം, ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഫെയിൽ ആയിപ്പോയ രാജ്യം ഏതാണ്? ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. വരുന്ന ഒരു ഇന്റർനാഷണൽ വേൾഡ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഒരു വേൾഡ് ലീഡർഷിപ്പിന്റെ നഷ്ടപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ അമേരിക്കയ്ക്കായിരിക്കും. മേ ബി ദേ വിൽ കണ്ടിന്യൂ ആസ് എ ഗ്ലോബൽ ലീഡർ ഇൻ ദി മാർക്കറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അവർക്കുണ്ടായിരുന്ന അപ്രമാദിത്വം, ഒരു സൂപ്പർ പവർ സ്റ്റാറ്റസ് ആൻഡ് ടൈംസ് മേ ബ്രിങ് ഡൗൺ. അതിനെ തുടർന്ന് ഒരുപക്ഷെ ചൈനയുടെ ഒരു എമർജൻസി നമ്മൾ കാണുന്നു. ജിയോ പൊളിറ്റിക്കലായി, ജിയോഗ്രഫിക്കലായി, ജിയോ എക്കണോമിക്കലായിട്ടൊക്കെ ചൈനയുടെ എമർജൻസി നമ്മൾ കാണുന്നുണ്ട്. സോ ഇൻ എ വേ ഒരു ടോട്ടാലിറ്റേറിയൻ സർവൈലൻസിന്റെ കീഴിൽ വരുമ്പോൾ these liberal democratic countries, especially the United States and most of the European countries, for example Britain, Spain, Italy, the worst affected countries will drastically change their policies from neoliberal economy to a kind of a social welfare economy. Remember, America ഇപ്പോഴും ആ കാര്യം മനസ്സിലായിട്ടില്ല. Trump ഇപ്പോഴും they are still living with a market economy. They are opening up the market and the social life. They are opening the lockdown for the big corporate. ഇവിടെയാണ് ഒരുപക്ഷെ യൂറോപ്പിൽ അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് വന്നേക്കാം കുറച്ചു കാലത്തേക്കെങ്കിലും. സ്റ്റേറ്റ് കൂടുതൽ കാനഡ they may follow, but America will be a different case and it will be an outlier in that sense. Arvind, കിരൺ, കോവിഡ് കാലത്ത് സ്വകാര്യ സർക്കാർ രംഗങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളെ കുറിച്ച് പറയാമോ? കിരൺ, എനിക്ക് മനസ്സിലാവുന്നത് സ്വകാര്യ മേഖലയിൽ ഞാൻ കേട്ടെടുത്തോളം അല്ലെങ്കിൽ ഞാൻ വായിച്ചെടുത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ബൂം സംഭവിച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ മേഖല, മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ മേഖല, എസ്പെഷ്യലി റിലേറ്റഡ് ടു ബയോടെക്നോളജി, ബയോകെമിസ്ട്രി ലെവൽ ഇൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യത. ആൻഡ് നമ്പർ 2, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ സർവീസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് അടക്കമുള്ള മേഖലകളിലേക്ക്, ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, there will be a boom in that sense. And സർക്കാർ സംവിധാനം എന്നുള്ളത് പക്ഷേ the number of the government agencies will be shrinked again because of the application of the technology. ഇപ്പോ ഒരു 1000 പേര് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ബിഗ് ഡാറ്റ അനാലിസിസ് ഒരു സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനിക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സംടൈംസ് സർക്കാർ സർവീസിലുള്ള തൊഴിലവസരങ്ങളുടെ എണ്ണം കോവിഡിന് ശേഷം കുറയാൻ സാധ്യത. ആൻഡ് the next point is biotechnology and application level in the agriculture. കാരണം ഒരു ഫെമൈനെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അപ്പോൾ സ്വാഭാവികമായും മേഖലയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന മേഖലയിലും ശക്തമാവാനുള്ള സാധ്യത ഒരുപക്ഷെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ദെൻ കോവിഡ് കാലത്ത് ആദിത്യ സുരേഷ്, കോവിഡ് കാലത്ത് മദ്യപാനം, മദ്യാസക്തി എന്നിവ കുറഞ്ഞുവെന്നും അതുകൊണ്ട് ഇനി മദ്യശാലകൾ തുറക്കുന്നത് വൈകിക്കണമെന്നും അഭിപ്രായമുണ്ടോ?
കോവിഡാനന്തര കാലത്ത് അത് ഗുണകരമാകുമെന്നുള്ള രീതിയിൽ തന്നെ കാണുന്നു. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. കോവിഡ് കാലത്ത് മദ്യാസക്തി കുറഞ്ഞു എന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. മദ്യാസക്തി കുറഞ്ഞു എന്നുള്ളതിന് ശാസ്ത്രീയമായ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ. മാത്രമല്ല നമ്മൾ കണ്ടതാണ് വിഡ്രോവൽ സിംറ്റം മൂലം ഒരു ഡസനുകൾ മരിച്ച ഒരു സമൂഹം കൂടിയാണ് നമ്മളുടേത് എന്ന് നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് മദ്യാസക്തി കുറഞ്ഞു എന്നുള്ളതിന് വി ഡോണ്ട് ഹാവ് എനി സയന്റിഫിക് സ്റ്റഡി. പക്ഷേ മദ്യപാനം കുറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സമൂഹം രോഗതുരമല്ലാതായി തീരുന്നു എന്നുള്ളതിനും പഠനങ്ങളൊന്നുമില്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള രാജ്യങ്ങളിൽ നന്നായി മദ്യപിക്കുന്നവരാണ്. മദ്യപാനം ഇല്ലാത്ത രാജ്യങ്ങളിൽ ലൈഫ് എക്സ്പെക്ടൻസി കുറവുമാണ്. അതുകൊണ്ട് ഐ തിങ്ക് ഇതിനെ തമ്മിൽ നമുക്ക് കോർ ചെയ്യുന്നതുകൊണ്ട് സാധ്യതയില്ല എന്നാണ്. പിന്നെ സാമൂഹിക ജീവിതത്തിൽ അത് ഗുണകരമായിട്ടുണ്ടോ എന്നുള്ളത് സബ്ജക്റ്റീവ് റീഡിംഗ് ആണ്. അത് അവിടുത്തെ സ്ത്രീകളും മക്കളും ഒക്കെ പറയേണ്ടതാണ്. ഭർത്താവ് മദ്യപിക്കാത്തത് കൊണ്ട് കുടുംബ സമാധാനമാകുമല്ലോ. മദ്യപാനവും കുടുംബജീവിതവും തമ്മിൽ അസ്വസ്ഥമാകുന്നത് 3-ാം ലോക രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അത് വെറുതെ മദ്യപിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇത് ഒരു സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് if the social distancing can be kept, if there is a decent way of the purchasing and consumption of alcohol existing, then it can be open. ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കേരള രാഷ്ട്രീയത്തെ കോവിഡ് എങ്ങനെയൊക്കെ സാധ്യതയുണ്ട് സർ? ഒരു ലോങ് ടേം റീഡിംഗ് ആണ്. സൗത്ത് കൊറിയയിൽ കണ്ടു കോവിഡ് സമയത്തെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഇൻകംബൻസിക്ക് അല്ലെങ്കിൽ ഇൻകംബന്റിന് അനുകൂലമാവും. ഒരു ആന്റി ഇൻകംബൻസി വീക്കൻ ചെയ്യും. ഏതു കാലഘട്ടത്തിലും ഡിസാസ്റ്റർ ഗവൺമെന്റ് പരാജയപ്പെടുകയാണെങ്കിൽ ആന്റി ഇൻകംബൻസി ഇരട്ടിയാവും. പക്ഷെ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്താൽ an average management of a disaster will definitely lead the incumbent a second chance. ഒരു ഏതെങ്കിലും തരത്തിൽ ഡിസാസ്റ്ററിനെ ആവറേജ് ആയി നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് നിലനിൽക്കുന്ന അധികാരത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കും എന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിച്ചത്. സൗത്ത് കൊറിയയിൽ നമ്മൾ കണ്ടു. സൗത്ത് കൊറിയയിൽ ഒരുപക്ഷെ ഇത്തവണ ഈ ഡിസാസ്റ്റർ വന്നില്ലായിരുന്നെങ്കിൽ ഫലം തിരിച്ചാകുമായിരുന്നു. സൗത്ത് കൊറിയ the result was supporting this thesis. That means disaster and the management of disaster will give incumbent one more term, or anti-incumbency factor or incumbency force will be weak in that case. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ sometimes there will be a second chance for Pinarayi Vijayan if they successfully contain this. ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ എന്നത് ആലോചിക്കണം. ഒരു വർഷം എന്നുള്ളത് അത്ര വലിയ രീതിയിൽ ഒരു പബ്ലിക് മറവിക്ക് ഒരു പൊളിറ്റിക്കൽ അൽഷിമേഴ്സ് നമുക്ക് ഒരു നീണ്ട കാലാവധി അല്ല. അപ്പൊ പൊളിറ്റിക്കൽ അൽഷിമേഴ്സിനുള്ള കാലാവധി അല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇൻകംബന്റ് മേ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ്. ദെൻ കോവിഡ് കാലം എങ്ങനെ ഉദ്യോഗാർത്ഥികളെ ബാധിക്കും എന്ന് പറയാമോ ഹാരിസ്? ഞാൻ പറഞ്ഞല്ലോ, നിലവിലുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? കേരളത്തിന്റെ ലിസ്റ്റ് ആണെങ്കിലും കേന്ദ്രത്തിന്റെ ലിസ്റ്റ് ആണെങ്കിലും അതിന്റെ കാലത്ത് നീട്ടുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇനിയെങ്കിലും അനന്തു പ്രഭാകർ, ഇനിയെങ്കിലും സ്യൂഡോ സയൻസിന്റെ വക്താക്കളുടെയും ആൾദൈവങ്ങളുടെയും തനിനിറം തിരിച്ചറിയാൻ ലോകജനത തയ്യാറാകുമോ? അനന്തു, അൺഫോർച്ചുനേറ്റ്. നമ്മുടെ സൊസൈറ്റിയുടെ ഡിഫോൾട്ട് ബ്രെയിൻ സിസ്റ്റം പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി സയന്റിഫിക് അല്ല, ഡോഗ്മാറ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ലളിത യുക്തികളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. കോവിഡ് ഒക്കെ അതിജീവിച്ച് കഴിഞ്ഞിട്ട് തമ്പുരാനുള്ളത് കൊണ്ടാണ് ഈ കോവിഡിനെ മറികടന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. റാഷണലായി വിദ്യാഭ്യാസം ചെയ്യുക, സയന്റിഫിക്കായി വിദ്യാഭ്യാസം ചെയ്യാത്ത, ജീവിത പ്രാരാബ്ദങ്ങളെ റിലീജിയനുമായിട്ട് കൂട്ടിമുട്ടിക്കുന്ന ഒരു 3-ാം ലോക രാജ്യത്തെ സംബന്ധിച്ച് I don't think that our majoritarian people who believe in a kind of dogmatic, unscientific life culture may not come out of their irrational behavior. സ്റ്റുഡൻസിന്റെയും ഒക്കെ ഇപ്പൊ ഹോമിയോപ്പതി ഒക്കെ വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അനുജ ഹരിഹരി, കോവിഡാനന്തര കാലത്തെ ശാസ്ത്ര സാങ്കേതിക മാറ്റങ്ങൾക്കപ്പുറം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ കുറിച്ച് എന്തെങ്കിലും? ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ കാണുന്ന എഡ്യൂക്കേഷൻ പാറ്റേൺ, ഞാൻ തന്നെ ഇപ്പം ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ സാധ്യത നമ്മളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ there are challenges as far as again നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ലിവിംഗ് ഇൻ എ സൊസൈറ്റി ആൻഡ് ഇൻ എ സൊസൈറ്റി വിത്ത് ഡിജിറ്റൽ ഡിവൈഡ് ഈസ് മാക്സിമം. So any kind of education or imparting knowledge through online mechanism end up in injusticiable distribution. Distributive justice ne adu baadhikkum. അതുകൊണ്ട് എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ആൻഡ് അഗെയിൻ സ്പെസിഫിക്കലി ഒരു അക്കാഡമിക് കൊണ്ട് ഒരു പക്ഷേ കോവിഡ് ഒരു 1-2 വർഷത്തേക്കൊക്കെ നീണ്ടു പോവുകയാണെങ്കിൽ എല്ലാ ലോക മഹായുദ്ധങ്ങളുടെ കാലത്ത് ഇമ്മീഡിയറ്റ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസിനായിരിക്കും. പക്ഷെ ലോങ് ടേം ബെനിഫിറ്റ് ആവുന്നതും ഈ ശാസ്ത്ര സാങ്കേതിക സോഷ്യൽ സയൻസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ സെൻസ് ഐ തിങ്ക്
it will be a beneficial for social science later, but for technology and other subjects and other streams disciplines soon after this COVID. COVID പരിസ്ഥിതി മലിനീകരണം ധാരാളം കുറഞ്ഞു. നദികളിൽ ഉള്ള പഴയ ആവാസവ്യവസ്ഥകൾ വീണ്ടെടുത്തു. ഈ ലോക്ക്ഡൌൺ അവസാനിക്കുമ്പോൾ മനുഷ്യന്റെ കൈകടത്തിൽ വീണ്ടും മലിനമാവുകയില്ലേ? ഐ തിങ്ക് ഒരു വലിയ ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഒരു എന്താണ് ഈ ഇയാളുടെ വൺ പോണ്ടിലേക്കൊന്നും തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ. വാൾഡന്റെ പോണ്ടൊക്കെ ഉണ്ടാക്കി ഈ സാമൂഹിക ജീവിതത്തിൽ നിന്ന് തിരികെ മടങ്ങിയ അദ്ദേഹത്തെ സ്വച്ഛസുന്ദരമായ റെയിൽവേ പാളത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു തിരക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്വകാര്യതയിൽ പോയിരിക്കാമായിരുന്നു. പക്ഷെ അതൊരു കാൽപ്പനികമായ ഒരു ചോദ്യമാണ്. നമ്മൾ കുറെ കൂടി എൻവയോൺമെന്റിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നീഡ്സ് സ്യൂഡോ നീഡ്സ് തോറും, നമ്മുടെ വാൻസ് ആവും തോറും എൻവയോൺമെന്റൽ പൊല്യൂഷനുള്ള സാധ്യത കൂടുതലല്ലോ, ഗാന്ധിയൻ കോൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മൾ എസെൻഷ്യൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം എക്കോസിസ്റ്റം പീപ്പിളായി ജീവിക്കുന്നു അത്രമാത്രം യു വിൽ ബി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, യു വിൽ ബി എക്കോ ഫ്രണ്ട്ലി. മനുഷ്യന്റെ നിത്യജീവിത ശൈലിയിലും ഉപഭോഗ സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വ്യവസായ മേഖല ഏതൊക്കെ തരത്തിൽ ബാധിക്കും? അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രികൾ മാറാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ട്രോളുകളിൽ ലിപ്സ്റ്റിക് ഇൻഡസ്ട്രി, മാസ്ക് ഒരു അടിവസ്ത്രം പോലെ അത്യന്താപേക്ഷിതമായി തീരുന്ന ഒരു സൊസൈറ്റിയിൽ ലിപ്സ്റ്റിക്കും ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഉപഭോഗം ഇല്ലാതാകുന്നു. കൾച്ചർ ഇൻഡസ്ട്രിയിൽ തന്നെ ചില മേഖലകളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഉപഭോഗ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ട്രെയിൻഡ് ആവുകയാണ്. എസെൻഷ്യൽസിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു, സ്റ്റിക്ക് ടു ബേസിക്സിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ളത്. ഗൗരി ശ്രീകുമാർ, so what you take on a largely populated nation like America, even after a huge number of positive cases, it doesn't go for a complete lockdown. Gauri Srikumar, for Trump, science is just a joke, and for Trump, being rational, being unscientific is the political correctness. Or വലതുപക്ഷ രാഷ്ട്രീയം നിലവിലിരിക്കുന്ന എല്ലാ സമൂഹവും unscientific ആണ് in their approach. That's why I am again saying, if Europe may overcome this struggle democratically, Trump and America will face political challenges ahead and economic hardships ahead because of this unhealthy or unscientific decision. Gauri, ഹരികൃഷ്ണൻ, കോവിഡ് മനുഷ്യന്റെ പരിസ്ഥിതി ബോധങ്ങളിൽ പെർമനന്റ് ആയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ വളരെ പെട്ടെന്ന് ഇതൊക്കെ മറക്കുകയും അവൻ വളരെ സെൽഫിഷായ ഒരു മനുഷ്യനായി പരിണമിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ്. അവസരങ്ങൾ കിട്ടുന്തോറും അവൻ വളരെ സെൽഫിഷായി പരിണമിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കാഴ്ചപ്പാടൊന്നും മനുഷ്യനില്ല. ഈ കാലം ഇങ്ങനെ ആയതുകൊണ്ട് പരിസ്ഥിതി മലിനപ്പെടാതിരിക്കുന്നു എന്ന് മാത്രം. ദെൻ ആരതി മംഗലശ്ശേരി, സർ, ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ നടക്കുന്നത് ക്ലാസുകളാണ്, പക്ഷെ എല്ലാ കുട്ടികൾക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഭാരതി, ദാറ്റ് മീൻസ് there is a digital divide existing in a country like India, where online education will end up in inequitable distribution of resources. അത് ഒരു പക്ഷേ അസന്തുലിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇവിടെ സമയം ഇവിടെ അവസാനിക്കാൻ 33 മിനിറ്റ് ആയി കഴിഞ്ഞു. This is a brief perspective. ഒരു ഇടക്കാല പെർസ്പെക്റ്റീവ് മാത്രമാണ്. ഇനിയും ലോക്ക്ഡൌൺ മുന്നിലേക്ക് പോകുന്നു, കോവിഡ് എന്തെന്ന് നമുക്കറിയാം. ബട്ട് വി ഹാവ് സം അപ്രിഹെൻഷൻസ് ഇൻ അവർ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്പിയർ. അതാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. താങ്ക് യു. സംശയം ചോദിച്ചവരുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദിയും ഹായും അറിയിക്കും.